വികസന കേന്ദ്രത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന തിരുവനന്തപുരം ജില്ല. ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ പല മണ്ഡലങ്ങളിലും പ്രതീക്ഷിക്കുന്നത്. പലരും സ്റ്റാർ സ്ഥാനാർത്ഥികളാണ് എന്നതാണ് പ്രത്യേകത. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുതൽ K മുരളീധരനും V മുരളീധരനും ശിവൻകുട്ടിയും നടൻ സുധീർ കരിമിനെയും വരെ മത്സരിക്കുന്ന മണ്ഡലങ്ങളാണ് ഇത്തവണ തിരുവനന്തപുരം ജില്ലയിലുള്ളത്. പലയിടങ്ങളിലും സ്റ്റാർ സ്ഥാനാർത്ഥികളായതുകൊണ്ട് തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന സാഹചര്യവുമുണ്ട്. വികസനവും രാഷ്ട്രീയവും മുതൽ സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതം വരെ ചർച്ചയാകുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം. റോഡുകൾ, ഓടകൾ, മാലിന്യ സംസ്കരണം മുതൽ യാത്രാ ബുദ്ധിമുട്ടുകൾ വരെ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലം. ഇവയെല്ലാം തന്നെ നേരിട്ട് സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയുമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധി എഴുതുമ്പോൾ ഇവയെല്ലാം ഏത് തരത്തിലാണ് പ്രതിഫലിക്കുന്നത് എന്നതാണ് ഉറ്റുനോക്കുന്നത്. അതേസമയം UDFന്റെ സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത് നേതാവ് CP ജോണാണ്. ഒപ്പം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത് നടൻ സുധീർ കരമന. BJPയുടെ നേതാവ് കരമന ജയൻ കൂടി മത്സര രംഗത്തേക്ക് എത്തിയതോടെ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് നഗരം നീങ്ങുന്നു എന്നതാണ് സൂചന. ആർക്കാ വോട്ട് ചെയ്യണേ? ഞാൻ കൈപ്പറ്റിക്ക്. എന്തുകൊണ്ടാ? വേറൊരു ഭരണം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൈപ്പത്തി വോട്ട് ചെയ്താൽ ഗുണം വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഗുണം വരുമോ എന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ എന്തോ പറയാൻ, വരുമായിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തവണ വോട്ട് ചെയ്യാനായിട്ട് പോയി വോട്ട് ചെയ്യുവാണോ, എങ്ങനെയാ? ഞാൻ പോയി വോട്ട് ചെയ്യും. വന്നില്ലേ ഇവര്? പ്രായമായവർക്ക് ഇപ്പോൾ പോയി വോട്ട് ചെയ്യേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ വോട്ട് ചെയ്യാമല്ലോ. അല്ല, ഞാൻ പോയി തന്നെ ചെയ്യാറ്. ഇതുവരെയും പോയി തന്നെ ചെയ്യാറ്. വോട്ട് ചെയ്യുന്ന മുന്നേറ്റ് പരിഗണിക്കുന്നത് വികസനം, പിന്നെ ജനങ്ങൾക്ക് നല്ല പ്രവൃത്തി ചെയ്യുന്ന ആരാണ് അവർക്ക് കൊടുക്കാം. വികസനം ഇലക്ഷൻ സമയത്ത് വികസനം നടത്തും. ഇലക്ഷൻ മുമ്പ് ഒന്നും ചെയ്യില്ല ആരും. എല്ലാ പ്രവർത്തനങ്ങളും ഇലക്ഷൻ മുമ്പ് ചെയ്യുള്ളൂ. ഇലക്ഷൻ മുമ്പായിട്ട് ആർക്കും സാധാരണക്കാർക്കൊന്നും ചെയ്യാറില്ല. ആർക്കും 3 പേരെയും ഒരേ ഗണത്തിൽ തന്നെ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് മാറ്റി പറയാൻ പറ്റില്ല. വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രമുള്ള വാഗ്ദാനം മാത്രമേ ഉള്ളൂ. വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വാഗ്ദാനങ്ങളൊക്കെ അടുത്ത ഇലക്ഷൻ സമയമാകുമ്പോഴേ പുറത്തുനുള്ളൂ. വിവിധ മതവിഭാഗങ്ങളും ജാതികളും ഒത്തുചേരുന്ന ഇടം കൂടിയാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അടുത്തടുത്തായി താമസിക്കുന്ന പ്രദേശം. ജാതി ഘടകങ്ങൾക്കൊപ്പം വർഗവും തൊഴിൽ സേവനങ്ങളുടെ ലഭ്യതയും വോട്ടിങ്ങിനെ സ്വാധീനിക്കും. മണ്ഡലത്തിലെ തീരദേശ മേഖല നിർണായക ഘടകമാണ്. കടലാക്രമണം, തീരശോഷണം, ആവർത്തിച്ചുള്ള കുടിയൊഴിപ്പിക്കൽ എന്നിവ നേരിടുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ അതിജീവനവും പുനരധിവാസവും വലിയ രാഷ്ട്രീയ വിഷയമാണ്. ഞാനിപ്പോൾ മത്സ്യത്തൊഴിലാളിയാണ്. ഇപ്പം മത്സ്യത്തൊഴിലാളി ഇപ്പം അറിയാമല്ലേ, നേരിടുന്ന പ്രശ്നം അറിയാമല്ലേ, മണ്ണെണ്ണ ഇതിൻ്റെ പ്രശ്നം അറിയാമല്ലേ. ഇപ്പം നമുക്ക് മണ്ണെണ്ണ ഇതായിട്ട് ഒരു നമുക്ക് കിട്ടുന്നില്ല. കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ എല്ലാവരും കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന നമ്മൾ തരുന്നതുകൊണ്ട് ആൾക്കാർക്ക് നമ്മൾ വോട്ടിട്ട് വിടും. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആരാണ് നമുക്ക് മുൻകൈ എടുക്കുന്നോ അവർക്ക് വോട്ടിട്ട് വിടും. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം എന്ന് പറയുന്നത് തീരദേശ മേഖല കൂടി ഉൾപ്പെടുന്ന പ്രദേശമാണ്.
UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം CP ജോൺ സ്ഥാനാർത്ഥിയായി എത്തുന്നുവെന്നത് വലിയ ഉണർവ് നൽകുമ്പോഴും ജാതി മത ഘടകങ്ങൾ ഇവിടെ നിർണായകമാണ് ജനവിധിയെ സംബന്ധിച്ചിടത്തോളം. അതിനേക്കാൾ ഉപരിയായി മത്സ്യത്തൊഴിലാളികളോട് ഭരണകൂടം സ്വീകരിക്കുന്ന നിലപാടുകളും ഏറെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായേക്കും. വിഴിഞ്ഞം തുറമുഖം മുതൽ മത്സ്യമേഖല നേരിടുന്ന പ്രതിസന്ധികൾ വരെ കഴിഞ്ഞ 10 വർഷക്കാലം ഏത് രീതിയിലാണ് ഇവരിൽ സ്വാധീനം ചെലുത്തിയത് എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. മത്സ്യത്തൊഴിലാളികൾ പോകുന്ന 10 രൂപ കിട്ടുന്ന ഒരാഴ്ച കിട്ടിയാൽ മറാഴ്ച ഇല്ല, 2 ദിവസം കിട്ടിയാൽ 3 ദിവസം ഇല്ല. അങ്ങനെ ജീവിച്ച് ഞങ്ങൾ കഴിഞ്ഞു പോകണവരാണ് ഞങ്ങൾ. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വീട് ഇടിഞ്ഞു കിടന്നാൽ കെട്ടിക്കൊടുക്കാൻ നിവൃത്തിയില്ല. അവന്മാർ പറയുന്നത് എന്ത് പട്ടയില്ല, ലോണില്ല, ഇതെല്ലാമാണ് അവന്മാർ പറഞ്ഞിട്ട് പോകുന്നത്. ഒരു 10,000 രൂപയുടെ സഹായം പോലും നമുക്ക് ചെയ്യാനുള്ള നിവൃത്തിയില്ലാത്തവരാണ്. എന്ത് നമുക്ക് ഗവൺമെൻറ് നിങ്ങളെപ്പോലെ ഉള്ളവർ ഒട്ടി നിൽക്കുന്നവർക്ക് ചേർന്ന് കൊടുക്കുന്നു. നമ്മൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഇവർക്ക് സംസാരിക്കാറുണ്ട്, ഇവർക്ക് വിളംബറ അറിഞ്ഞിടാം. ഇവരെന്തിനു നമുക്ക് വരും? ഇവർ പറയുന്ന ആ നേരം തന്നെ ആ നേരം കളഞ്ഞു പോകും. ഈ ഇരുന്ന് വോട്ട് വലിച്ച് കീറാൻ വേണ്ടി ഗവൺമെൻറ് നമുക്ക് പൂന്തറയിൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളി ഇപ്പോൾ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വോട്ടിന് വേണ്ട. അത് പറഞ്ഞാൽ ഗവൺമെൻറ് ഉത്തരവാദിത്തം. വോട്ടിട്ടില്ലെങ്കിൽ ആ ഗവൺമെൻറ് ഇത് കിട്ടൂല. വോട്ടിട്ടാൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഇതുണ്ടോ? അങ്ങനെ പേടിപ്പെടുത്തിയാണ് ഞങ്ങൾ വോട്ടിട്ട് വിടുന്നത്. വോട്ടിട്ട് പൂന്തറച്ച് എന്തൊരു നേട്ടങ്ങൾ ഉണ്ടാക്കി. കടൽ തീരത്തിരിക്കുന്ന ഒരു വീട്ടുകാരനൊക്കെ ലോണില്ല, പിന്നെ എന്തിനു ചെയ്യാൻ? പിന്നെ വോട്ട് ആരിന് ഇട്ട് കൊടുക്കാൻ? വോട്ട് വിടാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കാണും, വോട്ട് പിടിക്കാൻ വേണ്ടി എല്ലാവരും കാണും. തീരസംരക്ഷണം, ജീവിത സുരക്ഷ, ഉപജീവന സഹായം എന്നിവയ്ക്കായുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട്. എയർപോർട്ടും വിഴിഞ്ഞം തുറമുഖവും വികസനവും അതുണ്ടാക്കിയ തൊഴിലവസരങ്ങളും പരമ്പരാഗത തൊഴിൽ നഷ്ടവും ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച് ഇപ്പോഴും നിലനിൽക്കുന്ന ആശങ്കകളും രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കോൺഗ്രസ് വോട്ട് ചെയ്യും. ഇല്ല, അത് വളരെ കാലം അത് തന്നെ നമ്മൾക്ക് തോത്താതെ ജയിച്ചാലെല്ലാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഉള്ള പാർട്ടികളാണ് ഞങ്ങൾ ആൾക്കാരെല്ലാം, ബന്ധക്കാരെല്ലാം അതേ പാർട്ടി. തോത്താലും ശരി തന്നെ, ജയിച്ചാലും ശരി തന്നെ. പക്ഷേ ഈ തവണ ജയിക്കും, കോൺഗ്രസ് ജയിക്കും. നമ്മൾ വോട്ട് ചെയ്യുന്ന ആർക്കൊന്നും തീരുമാനിച്ചില്ല. ജയിക്കുന്ന ടീം നമുക്ക് വേണ്ടി നമുക്കൊരു ഹാർബറിൻ്റെ ആവശ്യമാണ്. ഒരു ഹാർബർ എങ്ങനെ സാധിച്ചു തരണം, അതാണ് നമ്മുടെ ആവശ്യം. മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം ഒരു ഹാർബർ, അതാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ പള്ളിയിൽ തന്നെ കുറച്ച് പേര് വരുന്നുണ്ട്, സ്ഥാനാർത്ഥികൾ വരുന്നുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെ നമ്മുടെ ഹാർബറിൻ്റെ കാര്യം, പിന്നെ നമ്മൾ ഹാർബർ എങ്ങനെ സാധിച്ചു തരാം, പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ പരിഹാരം എല്ലാം തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവർക്ക് തന്നെ വോട്ട് ചെയ്യാൻ മുഴുവനും പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം അടുപ്പിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും അവരുടെ ഇതെങ്ങനെയാണെന്ന്. കഴിഞ്ഞ 10 കൊല്ലം തീരെ കുഴപ്പമില്ല, പിണറായി സർക്കാർ തീരെ കുഴപ്പമില്ല. നമ്മൾ കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത്, എന്നാലും നമ്മൾ പറയുന്നത് സർക്കാരിൻ്റെ തീരെ കുഴപ്പമില്ല എന്നാണ്. മുന്നണി രാഷ്ട്രീയത്തിന്റെ ശക്തമായ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഇടതുപക്ഷത്തിന് പല നഗര വാർഡുകളിലും ശക്തമായ സംഘടന അടിത്തറയുണ്ട്. കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് മധ്യവർഗ വോട്ടർമാർക്കിടയിലും പരമ്പരാഗത വോട്ട് ബാങ്കുകളിലും സ്വാധീനവുമുണ്ട്. BJPക്ക് ചില വാർഡുകളിൽ സ്ഥിരമായ വോട്ടുകളുണ്ട്. ചെറിയ വോട്ട് വ്യത്യാസത്തിൽ ഫലങ്ങൾ തന്നെ മാറിമറിയുമെന്നതിനാൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ ഇവിടെ അതീവ നിർണായകമാണ്. 2021 LDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജു 48,748 വോട്ടുകൾ നേടിയാണ് വിജയിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി VS ശിവകുമാറിനെ 7,089 വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെടുത്തുന്നത്. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച G കൃഷ്ണകുമാർ 34,996 വോട്ടുകളുമായാണ് 3ാം സ്ഥാനത്തെത്തുന്നത്. പക്ഷേ ഇതിനുശേഷം രാഷ്ട്രീയ ചിത്രം പൂർണ്ണമായി മാറുകയായിരുന്നു. ഒരു പുതിയ ഭരണം വരട്ടെ, ഇത്തവണ ഒരു കോൺഗ്രസ് വരട്ടെ, നോക്കാം, UDF വരട്ടെ, നോക്കാം. ഉടൻ ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത്
ഇത്തവണ അവർക്ക് ഇട്ട് നോക്കാമല്ലോ. ഒരു പ്രാവശ്യം ഞാൻ LDF ഇട്ടതാണ്. ഇപ്പോൾ ഇവർ എത്ര വർഷമായി കണ്ടിന്യൂ ആയിട്ട് ഭരണം തുടങ്ങിയിട്ട് അല്ലേ? ഇത്തവണ നമ്മൾ മാറ്റി പിടിക്കാമെന്നു, അത്രയേ ഉള്ളൂ, അതൊന്നുമില്ല. ഇപ്പം 10 വർഷമല്ല, എത്ര വർഷം ഭരിച്ചാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ഏതിൽ ഉപയോഗിച്ചത്? പെൻഷൻ കൊടുക്കാതെ ഇപ്പോൾ 2 മാസമായി. കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പം വിട്ടുപിരിഞ്ഞപ്പുറം പെൻഷൻ നിർത്തി. ചിലപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ച പെൻഷൻ കൊടുക്കും. കോൺഗ്രസ്സുകാർ ഇരുന്ന സമയം 14 മാസം പൈസ കൊടുക്കാതെ 12 മാസം പൈസ കൊടുക്കാതെ ഓടിക്കളഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കോൺഗ്രസ്സുകാരന് വോട്ട് കൊടുക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരന് വോട്ട് കൊടുക്കും. ആ കടമലം തീർത്തത് കമ്മ്യൂണിസ്റ്റുകാരനാണ്. തൊണ്ടിമുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്നാണ് ആന്റണി രാജുവിന് ഇത്തവണ മത്സരിക്കാനാകാത്ത സാഹചര്യമുണ്ടാകുന്നത്. ഇതോടെയാണ് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നടൻ കൂടിയായ സുധീർ കരമനെ രംഗത്തിറക്കുന്നത്. തീർച്ചയായും ഞാൻ പ്രതിദാനം ചെയ്യാനായി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രലാണ്. തിരുവനന്തപുരം സെൻട്രലിനെ കുറിച്ച് നമ്മൾ ആധികാരികമായി പറയുമ്പോൾ സെൻട്രൽ എന്ന് പറയുന്നത് തീരദേശ പ്രദേശവും അതിനോടൊപ്പം തന്നെ നമ്മളുടെ പട്ടണ പ്രദേശങ്ങളിലും ഒരു വലിയ ഏരിയ വരുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ അതിന് ഓരോ ഏരിയകളിലും ഓരോരോ രീതിയിലുള്ള പ്രവർത്തന ചാർട്ടിങ് ആവശ്യമാണ് എന്നെനിക്കറിയാം. ഇലക്ഷൻ മത്സരിക്കാൻ മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള വികസനത്തിനായാലും സ്വസ്ഥതയ്ക്കായാലും നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഊന്നൽ, ഞാൻ ഈ പറയുന്ന വികസനം പറയുമ്പോൾ വികസനം ഒട്ടും കുറവെന്നല്ല, വികസനം നല്ല രീതിയിൽ നടക്കുമ്പോഴും അതിന് മുന്നിൽ ഞാൻ നിർത്തുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യം സ്വസ്ഥമായി ജീവിക്കുക എന്നതാണ്. ഈ കഴിഞ്ഞ 10 വർഷം ഒരു വർഗീയ ലഹളയും കേൾക്കാത്ത, നല്ല സന്തോഷത്തോടെയും സുഖമായി ജീവിക്കാൻ കഴിയുന്ന, സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാട് എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ആദ്യത്തെ ഉദ്ദേശം. തലസ്ഥാനത്തെ LDFന്റെ പ്രധാന മുഖമായിരുന്ന ആന്റണി രാജുവിന്റെ അസാന്നിധ്യം ഭരണമുന്നണിയിൽ ഒരു വലിയ വിടവ് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. വർഷങ്ങളായി മുന്നണിയുടെ മുഖമായി നഗരത്തിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഇപ്പോഴുള്ള അഭാവം ഭരണവിരുദ്ധ വികാരവും പ്രതിപക്ഷത്തിന്റെ ആവേശവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളിയാണ്. നടനും അധ്യാപകനുമായ സുധീർ കരമന ഇതിനു മുൻപും CPMന്റെ പ്രചാരണത്തിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു. സുധീർ കരമനയ്ക്ക് മികച്ച വിജയസാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് LDFന്റെ പ്രഖ്യാപനം വരുന്നത്. കോടിക്കണക്കിന് രൂപ ആട്ടെന്ന് ഇവിടെ പറയുന്നു, പിന്നെ അവൻ ലക്ഷക്കണക്കിന് രൂപ എടുത്തെന്ന് പറയുന്നു. പിന്നെ ആര് വോട്ട് ചെയ്യും? ഞങ്ങൾ അവരുടെ ഇരിപ്പുറത്ത് ഞങ്ങളുണ്ട്. ഇല്ലല്ല, നിങ്ങൾ വോട്ടിന് അന്ന് എന്തെന്നറിയാമോ? വോട്ടിന് 4 മുമ്പ് ഈ കള്ളച്ചാര അറിയാമോ? പട്ടച്ചാരായ ബ്രാൻഡ് കൊണ്ട് കൊടുക്കും. ആ 2 ഒഴുക്കാ കൊടുത്തിട്ട് പിന്നെയും കൊടുക്കും. ഇതിന് വോട്ട് ചെയ്യണം, അതിന് വോട്ട് ചെയ്യുക. അങ്ങനെയാണ് വോട്ട് പിടിക്കുന്നത്. ആദ്യമാണ് ഇപ്പോഴും ഒരേ കോൺഗ്രസ് തന്നെയല്ലേ, ഇപ്പോഴും കോൺഗ്രസ് തന്നെ. ഞങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ കൂടുതലും കോൺഗ്രസ് തന്നെ വോട്ട് ചെയ്യും. അങ്ങനെ തന്നെ നടക്കണം. നമ്മുടെ ഗുണം വന്നിട്ട് LDF ആണ്. നമുക്ക് പെൻഷൻ ചെയ്താലും വർദ്ധിപ്പിച്ച് അത് ഇതെല്ലാമായിട്ട് 1987-91 വർഷങ്ങളിൽ ജയിച്ച MM ഹസൻ മാത്രമാണ് മണ്ഡലത്തിൽ ജയിച്ച ഏക കോൺഗ്രസ് ജനപ്രതിനിധി. RSPയിലെ K പങ്കജാക്ഷൻ 77-ൽ, മുസ്ലിം ലീഗിലെ K മുഹമ്മദ് കണ്ണ 80-ലും 82-ലും, കേരള കോൺഗ്രസിലെ ആന്റണി രാജു 96-ലും 2021-ലും, V സുരേന്ദ്രൻപിള്ള 2006-ൽ, CMPയിലെ MV രാഘവൻ 2001-ൽ. ഇവർ വിജയിച്ച മണ്ഡലത്തിൽ CPM, CPI പ്രതിനിധികൾ ആരും ഇതുവരെ വിജയിച്ചിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉൾപ്പെട്ട കോർപ്പറേഷനിൽ BJP അധികാരത്തിലെത്തിയെങ്കിലും വാർഡുകളിൽ ഇടതുമുന്നണിക്കായിരുന്നു മുൻതൂക്കം. നമ്മളിപ്പോൾ ഭീമാവളി പ്രദേശത്താണ് ഈ ഷോപ്പ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത്. ഇവിടെ പല മത്സ്യത്തൊഴിലാളികൾക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും ഇവിടെ മുൻപിരുന്ന ചില MLAയിൽ ചില വീഴ്ചകൾ പറ്റി. അപ്പം ഇവിടെ പല കല്ലുകളും കൊണ്ട് ഇട്ടിട്ട് പോയി. എന്നിട്ട് അവർ അതിൻ്റെ വികസനമൊന്നും, അതായത് ഇത് പുലിമുട്ടെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കല്ലിട്ടിട്ട് പോയി, എന്നിട്ട് അവിടെ കൊണ്ട് കല്ലിട്ടില്ല. കഴിഞ്ഞ MLA, അതിന് മുമ്പുള്ള MLA, പേര് ഞാൻ വ്യക്തമാക്കുന്നില്ല, ജനങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് പുള്ളിയെ കാണാൻ പോലും കിട്ടിയിട്ടില്ല. പല വിഷയങ്ങളും സമരം ചെയ്തുകൊണ്ട്, അതായത് ആ MLA ജനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് സമരം ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. ജനങ്ങൾ പല നിവേദനങ്ങൾ കൊടുത്തു, അതൊന്നും പുള്ളി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് നമുക്ക്, അതായത് ഇവിടെ എത്തേണ്ട വികസന പ്രവർത്തനം ചെയ്തില്ല. അപ്പോൾ അതിന് മറുപടിയായിട്ട് പുള്ളിക്ക് ജനങ്ങൾ
എന്നാണ് മാറ്റി വോട്ടിട്ട് കൊടുത്തിട്ടുമുണ്ട്. LDF വേറെ പ്രതീക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണക്കാർക്ക് കുറച്ചുകൂടി വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കുഴപ്പമില്ലാണ്ട് പോകും. അങ്ങനെയല്ലേ, ഇപ്പോൾ 10 വർഷം കൊണ്ട് ഭരിക്കുന്നതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം അവർക്കറിയാമല്ലോ. അവർക്ക് കുഴപ്പമില്ലാണ്ട് പോകും. പ്രത്യേകിച്ച് നമ്മൾ വികസനത്തിൻ്റെ നോക്കിയിട്ടാണ് വോട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പോയ ഇതിൻ്റേത് കുഴപ്പമില്ലായിരുന്നു, കമ്മ്യൂണിസ്റ്റിൻ്റേത് ഭരണം കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴത്തെ ഇനിയിപ്പം നോക്കിയിട്ട് ആർക്കാണെന്നുള്ളത് തീരുമാനിച്ചിട്ട് വോട്ട് കൊടുക്കും. നമ്മൾ കമ്മ്യൂണിസ്റ്റിൻ്റെ ആൾക്കാരാണ്. കമ്മ്യൂണിസ്റ്റിന് കോൺഗ്രസ്സിന് തന്നെ ഒരു മാറ്റം വേണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മളെ നാട് നന്നാക്കുക, നാട്ടുകാരെയും വിഷമങ്ങൾ പ്രയാസങ്ങൾ ഒരുവിധമൊക്കെ മാറ്റിയെടുക്കാനുള്ളൊരു ഇതാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കതിൻ്റെ ആവശ്യം. നമുക്ക് നാട്ടുകാർ അതാണ് നമ്മൾ മെയിനായിട്ടുള്ളത്. അതിന് ക്ലിയർ ചെയ്ത് പോവാം ആരായാലും. UDF വേറെ ആര്? ഭരണം കണ്ടില്ലേ? തൊലപ്പിച്ച് കളഞ്ഞില്ലേ? ഈ ക്യാഷൊക്കെ എവിടെ? മറ്റേ ഇത് വന്നില്ലേ എവിടെ? കോഴിക്കോട് എവിടെ? വയനാട്. എൻ്റെ പൊന്നെ, ആ ക്യാഷൊക്കെ എവിടെ? പിണറായി കൊണ്ട് മുക്കിയില്ലേ? എൻ്റെ പൊന്നെ ചേട്ടാ, ഇനിയെങ്കിലും വരാതിരിക്കട്ടെ. UDF സർക്കാർ വരട്ടെ. എന്തായാലും മാറി വരുമ്പോഴല്ലേ എപ്പോഴും ഒരേ ആൾക്കാരെ ഇരിക്കുമ്പോൾ ആൾക്കാരിനൊരു മടിപ്പ്, ഇരിക്കുന്നവർക്കും ഒരു അഹങ്കാരവും കൂടി കൂടുതൽ. അത് ആർക്കായാലും, അത് ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും ഇങ്ങനെ തുടർച്ചയായിട്ട് 2-3 തവണയൊക്കെ ഇരിക്കുമ്പോൾ അവർക്കും ഒരു അഹങ്കാരം വരാതിരിക്കണമെങ്കിൽ ഒന്ന് മാറിക്കിട്ടണം. ഞാൻ വോട്ട് എടുത്തിട്ടില്ല, ID എടുത്തിട്ടില്ല. അത് വേണ്ട, ഞാൻ എടുത്തിട്ടില്ല. ഇവിടെയുള്ള ആളല്ലേ? അപ്പോ വോട്ട് ചെയ്യാതെ എങ്ങനെയാ? നമ്മുടെ ഭാവി കൂടെ തീരുമാനിക്കുന്ന ഒരു കാര്യമല്ലേ? എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ സമയം കഴിഞ്ഞു. ഇത്തവണ പറ്റിയില്ല. അപ്പൊ എന്നാലും ഇത്തവണ ഈ ഭരണമൊക്കെ വിലയിരുത്തിയോ? ആർക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചോ? ഇതുവരെയായിട്ട് ആലോചിച്ചു. ഇടതിൻ്റെ പാർട്ടികൾ തന്നെ നല്ല ഇതായിട്ട് പഴയ കുടിശ്ശികളൊക്കെ പെൻഷൻ എല്ലാം അടച്ചിട്ടുണ്ട്. അവർ നല്ല ക്ലിയറായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഭൂരിപക്ഷം അവർ തന്നെ വരുമെന്നുള്ള എൻ്റെ അഭിപ്രായം. അങ്ങനെയൊന്നുമില്ല, നമ്മളെ കോൺഗ്രസിന് ചെയ്യാൻ നോക്കാതിരിക്കണം. എന്തുകൊണ്ടായിട്ടില്ല, മാറ്റം വേണമല്ലോ. 10 വർഷമായില്ലേ. ചേച്ചി വോട്ട് ചെയ്യുന്നില്ലേ? ചെയ്യണം. എങ്ങനെയാ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥയൊക്കെ കാണുന്നുണ്ടോ? അറിയുന്നുണ്ടോ? എല്ലാം അറിയുന്നുണ്ട്. ആർക്ക് വോട്ട് ചെയ്യും? ആർക്കും ചെയ്യാം. എൻ്റെ ആൾക്കാർക്കൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. വോട്ട് ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കില്ലേ ആർക്ക് വോട്ട് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യാം. ഇടതുപക്ഷത്തിന് തന്നെ ചെയ്യണം എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത്. അതെയോ? എന്താ ഇടതുപക്ഷത്തിന് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ എന്താ കാര്യം? എന്താ കുറേ സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ടല്ലോ, കുറേ കാര്യങ്ങളായിട്ടും. അപ്പം അതിൻ്റേതായിട്ട് ഒരു മുമ്പോട്ട് പോകാന്നുള്ള ഇതിലാണ്. UDF ജയിക്കും, വേറെ ആരും ജയിക്കില്ല ഇവിടെ. എന്താ 10 വർഷത്തെ പിണറായി ഭരണം എങ്ങനെയുണ്ടായിരുന്നു? കണ്ടില്ലേ, എല്ലാം കള്ളക്കടത്തില്ല, സ്വർണവും അതും ഇതും. UDF ജയിക്കും. സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപ് UDFൽ ഉയർന്ന പൊതുവികാരമായിരുന്നു CP ജോണിന് തിരുവനന്തപുരം സീറ്റ് എന്നത്. CPMനോടുള്ള നിലപാടിൽ MV രാഘവന് മാറ്റം വന്നപ്പോഴും UDFനൊപ്പം ഉറച്ചുനിന്ന ആളാണ് CP ജോൺ. ജന്മനാടായ കുന്നംകുളത്ത് 2 തവണ പരാജയപ്പെട്ട CP ജോണിന് തലസ്ഥാനത്തിത് കന്നി അംഗമാണ്. 4 പതിറ്റാണ്ടുകാലത്തെ വ്യക്തിബന്ധമാണ് തലസ്ഥാന നഗരത്തിൽ CP ജോണിനുള്ളത് എന്നതാണ് ആത്മവിശ്വാസം. തന്റെ ഭരണപരമായ അനുഭവ സമ്പത്തും ആസൂത്രണ രംഗത്തെ വൈദഗ്ധ്യവുമാണ് പ്രധാനമായും ഇദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത്. മുൻ ആസൂത്രണ ബോർഡ് അംഗം കൂടിയായ CP ജോൺ തിരുവനന്തപുരം നഗരത്തിന്റെ ശാസ്ത്രീയമായ വികസനത്തിന് വ്യക്തമായ പദ്ധതികളുണ്ട് എന്നാണ് വോട്ടർമാർക്ക് ഉറപ്പു നൽകുന്നത്. രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിനെ മാറ്റുക എന്നുള്ളതാണ്. ഈ ഗവൺമെന്റിനെ മാറ്റുക എന്നുള്ളതിന് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. കാരണം ഒന്നാമത്തെ കാര്യം, എല്ലാവർക്കും വേണ്ടത് വെള്ളമാണല്ലോ. വെള്ളമില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റും താമസിക്കുന്നവർക്ക് വെള്ളമില്ല, രാജാജി നഗറിൽ താമസിക്കുന്നവർക്ക് വെള്ളമില്ല, കരിമണത്ത് വെള്ളമില്ല, മണക്കാടില്ല, വഴുതക്കാടില്ല. ഒരു സ്ഥലത്തും പമ്പിങ് നടക്കുന്നില്ല. പമ്പ് ചെയ്ത പൈപ്പ് പൊട്ടും. അപ്പോൾ പമ്പിങ് കുറയ്ക്കുക, കുളിക്കാൻ. ഞാൻ ഇന്നലെ രാജാജി നഗറിൽ പോയപ്പോൾ ഒരു ലേഡി പറഞ്ഞത് അവർ കുടുംബശ്രീയുടെ കഠിനാധ്വാനം ചെയ്ത് വരുന്നൊരു ലേഡിയാണ്.
ദേഹത്തൊക്കെ മോനെ എൻ്റെ ദേഹത്തൊക്കെ അഴുക്കാണ്, പക്ഷെ കുളിക്കാൻ വെള്ളമില്ല. കുളിക്കാൻ വെള്ളമില്ലാത്തവരാണ് ഈ ഡ്രോൺ ഇട്ടിട്ട് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കരിമടത്ത് സമരമായിരുന്നല്ലോ, 3-ാം നിലയിലേക്ക് വെള്ളം അല്ലേ? ഞങ്ങൾ ഇടപെട്ടു, ഞാൻ മിനിസ്റ്ററെ വിളിച്ചു, വളരെ ആൾക്കാരെ വിളിച്ചു, പക്ഷെ ഇപ്പം ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനെ മാറ്റണം, അതാണ് ഈ രാഷ്ട്രീയം. ഈ ജോലിനെ കുറിച്ച് പറയാൻ പറ്റിയ വാക്കുകൾ എനിക്കില്ല. കാരണം ഞാൻ മലയാളത്തിൽ അത്ര ഇവരെ പോലെ വാക്കുകൾ പൊന്താടുന്ന ആളല്ല. പക്ഷെ CP ജോൺ കേരളത്തിലെ പൊതുജീവിതത്തിലൊരു അസറ്റാണ്. ഇത്രയേറെ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ആഴത്തിൽ പഠിക്കുകയും അതിൻ്റെ പരിഹാരമാർഗ്ഗങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്ന ചുരുക്കം നിരക്കുമാരാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ വികസന അജണ്ട അത് തയ്യാറാക്കുന്നതിൽ നടപ്പാക്കുന്നതിൽ എൻ്റെ അഭിപ്രായം അന്നത്തെ പ്ലാനിംഗ് ബോർഡ് ചീഫ് സെക്രട്ടറി ആയിരുന്ന ചന്ദ്രശേഖരൻ CP ജോൺ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അപ്പം തീർച്ചയായും കേരളം അന്നത്തേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന കാലഘട്ടത്തിൽ CP ജോണിൻ്റെ സാന്നിധ്യം കേരളത്തിന് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ കേരളത്തിൽ വളരെ ഗുണകരമായിരിക്കും വിശ്വസിക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തിന് CP ജോൺ വിജയിക്കുന്നു. അദ്ദേഹം എൻ്റെ MLA ആകും, എൻ്റെ കുടുംബത്തിൻ്റെ MLA ആകും. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നഗരസഭ പിടിക്കാനായതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന പ്രധാനപ്പെട്ട ഘടകം. അതേസമയം കരമന ജയൻ സ്ഥാനാർത്ഥിയായത് BJP ക്യാമ്പുകളിൽ വലിയ ഉണർവാണ് പ്രകടമാകുന്നത്. നഗരസഭയിലെ കൗൺസിലറും ഒപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകനും മണ്ഡലത്തിൽ ഏറെ സുപരിചിതരുമാണ് അദ്ദേഹമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ വികസന നയങ്ങളും തിരുവനന്തപുരം നഗരത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനവും മുൻനിർത്തിയാണ് പ്രധാനമായും വോട്ടർമാരെ ഇവർ തേടുന്നത്. ആന്റണി രാജുവിനെ തൊണ്ടിമുതൽ കേസിൽ ശിക്ഷിച്ചതോടെയുള്ള രാഷ്ട്രീയ സാഹചര്യം BJPക്ക് നേട്ടമാകുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും BJPയുടെ അടിസ്ഥാന വോട്ടുകൾ മാറിമറിഞ്ഞിട്ടില്ല. കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആണ് എന്നിരിക്കെ തലസ്ഥാനത്ത് 4 MLAമാരെ BJPക്ക് ലഭിച്ചാൽ മികച്ച കൂട്ടുകെട്ടിലൂടെ വികസിത തിരുവനന്തപുരത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് വാഗ്ദാനം. 2.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ BJPയെ നിയമസഭയിലെത്തിച്ചാൽ പരിഹരിക്കാൻ മുൻകൈയെടുക്കുമെന്നും നേതാക്കൾ വോട്ടർമാർക്ക് വാക്കു നൽകുന്നു. സ്ഥാനാർത്ഥിത്വം വൈകിയെന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന ഡേറ്റ്. സ്വാഭാവികമായും BJP ഒരു അഖിലേന്ത്യാ പാർട്ടിയാണ്. 5 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റ് ചർച്ച നടന്നു. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ കുറച്ച് മണ്ഡലങ്ങളെടുത്ത് കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്യും പേരുകൾ. അതിൻ്റെ കൂട്ടത്തിൽ 3ാമത്തെ ഘട്ടം തിരുവനന്തപുരം നിയോജകമായിപ്പോയെന്നേ ഉള്ളൂ. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കും. ഒരു ദേശീയ പാർട്ടിയാണ്, ഏറ്റവും വലിയ പാർട്ടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും സീറ്റുകളുടെ ചർച്ച കേന്ദ്ര പാർലമെൻ്ററി ബോർഡിന് നടത്താനുണ്ട്. അത് താമസിച്ചൊന്നുമില്ല. നേരത്തെ വികസനത്തിനപ്പുറം വികസനം തന്നെയാണ് വാഗ്ദാനം. കേരളം രക്ഷപ്പെടണം. കഴിഞ്ഞ 70 വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനം മാറണം. അതിൻ്റെ ഏറ്റവും വലിയ സാമ്പിൾ വെടിക്കെട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത്. 45 വർഷക്കാലമായി LDF ഭരിച്ചുകൊണ്ടിരുന്ന വലിയൊരു ഭരണ സംവിധാനത്തെ ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുന്നു. അതുതന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിൽ NDA അധികാരത്തിൽ വരും. അത് നമുക്ക് ഉറപ്പാണ്, ഞങ്ങൾക്ക് ഉറപ്പാണ്. അത് ഞങ്ങൾ കേരളത്തിലെ ഉടനീളം താമരകൾ വിരിയും. തിരുവനന്തപുരം ജില്ലയിലെ 4 നിയോജക മണ്ഡലങ്ങളിൽ താമര വിരിയുന്ന ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ ഞങ്ങൾ ഉറപ്പുവരുന്നു. ജില്ലാ പ്രഭാരി എന്ന നിലയിൽ സോമൻജി ഉറപ്പുണ്ട്. ഓക്കെ.
തിരുവനന്തപുരം പിടിച്ചാൽ ഭരണം പിടിക്കാമെന്നാണ് പഴയ നിരീക്ഷണം. പക്ഷേ മാറിമറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ലോക്സഭയിലും കോർപ്പറേഷനിലും പ്രതിഫലിച്ചതുപോലെ ഇത്തവണ നിയമസഭയിൽ അത് എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്.